ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് പുറത്തു പോകുന്നത്? ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണോ പുറത്തു പോകുന്നത്? എന്തുകൊണ്ട് ആ വ്യക്തി പുറത്തു പോയി? ആരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ്. ഇതിന്റെ പുറകിലുള്ള വൻ ഗൂഢാലോചനയെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. സുഖാന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു മത്സരാർത്ഥിയാണ് പുറത്തു പോകുന്നത്. അത് മറ്റാരുമല്ല, ആര്യൻ കദൂരിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. സത്യം പറഞ്ഞാൽ ആര്യൻ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. ടോപ്പ് 5 വരാൻ നല്ല യോഗ്യതയായിട്ടുള്ളൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ആര്യൻ പുറത്തു പോകുകയാണ്. സത്യം പറഞ്ഞാൽ ആര്യനെക്കാട്ടും ഡിസേർവിങ്ങേ അല്ലാത്ത കുറേ പേര് ബിഗ് ബോസ് വീട്ടിലകത്തുണ്ട്. അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ സാബുമാൻ എന്നൊക്കെ പറഞ്ഞ മത്സരാർത്ഥിയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലോട്ട് ഒരു 0% ഒരു കാര്യം ഇടുന്നില്ല, ഒരു കണ്ടന്റ് പോലും ഇടുന്നില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം 10 പേരും നമ്മുടെ സാബുമാനെ പോലത്തെ ആൾക്കാരാന്ന് ഇരിക്കട്ടെ, അടിക്കും പോകുന്നില്ല, വടക്കിനും പോകുന്നില്ല, അങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല, മിണ്ടുന്നില്ല, ഒന്നുമില്ല, ടാസ്ക് ആയിട്ട് ചെയ്യത്തുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു മത്സരാർത്ഥികളാണ് 10 പേരുമെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. സാധാരണ അങ്ങോട്ട് നടക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ടാസ്ക് ചെയ്യുന്നു, പോകുന്നു, കഴിഞ്ഞു. ഇത് ഇങ്ങനെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പല ഇമോഷൻസ് കലർന്നിട്ടുള്ള ഒരു വീടാണ് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാബുമൻ സത്യത്തിൽ ഈ ആരും ഇങ്ങനെ എവിക്റ്റായി പോകേണ്ട മത്സരാർത്ഥി അല്ലായിരുന്നു. ഈ ആഴ്ച സത്യത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് നെവിനാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാമെന്നാണ്. നമ്മൾ ഒരുപാട് പോളുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നെവിനായിരിക്കും വോട്ട് വളരെ കുറവ്, നെവിൻ തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സത്യത്തിൽ നെവിന് എവിടെയാണ് ഗുണം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ അനുമോളെ വെറുപ്പിച്ചു, ഷാനവാസിനെ വെറുപ്പിച്ചു, അതേപോലെ തന്നെ നമ്മുടെ ആദിലെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ നോമിനേഷനിൽ വരാത്ത വ്യക്തികളാണ് ആര്? നമ്മുടെ ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ഹേറ്റേഴ്സ് കുറേ പേരുണ്ടാവും. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഹേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഷാനവാസിന്റെ ഹേറ്റേഴ്സ് എല്ലാവരും എന്ത് ചെയ്തു? നെവിന് വോട്ട് ചെയ്തു. അതേസമയത്ത് നെവിന് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പം നെവിന് ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ നെവിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനുമോളെ ഇഷ്ടമല്ലാത്ത കുറേ പേരും ഉണ്ടാവും, അനുമോളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പം അനുമോളെ ഇഷ്ടപ്പെടാത്ത കുറേ പേരും നമ്മുടെ നെവിന് വോട്ട് ചെയ്തു. ഇപ്പം ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നെവിന് കുറച്ച് ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഹേറ്റേഴ്സ് എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നെവിന് വോട്ട് ചെയ്തപ്പോൾ നെവിന് നല്ല രീതിയിലുള്ള വോട്ട് മുന്നേറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ നെവിൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതേസമയത്ത് ആര്യൻ എന്ത് സംഭവിച്ചു? നമ്മുടെ ആര്യൻ്റെ ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നെവിൻ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നെവിനെക്കാട്ടും ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സാബുമാൻ. അപ്പോൾ എല്ലാവരും കൂടെ സാബുമാനെ വോട്ട് ചെയ്യുക. അപ്പോൾ സാബുമാനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാബുമാൻ പൊതുവെ കയറി വരും, മേലോട്ട് എത്തുമല്ലോ. അപ്പോൾ എന്തായി? നെവിൻ പുറത്തായി എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചു. അതായത് ആര്യനെ വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും മറന്നുപോയി. സത്യത്തിൽ ആര്യനെ ഫാൻസ് മാത്രമല്ല അല്ലാണ്ടും കുറേ പേര് വോട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മണ്ടത്തരം ഇവിടെ സംഭവിച്ചതുകൊണ്ട് തന്നെയാണ് ആര്യന് വോട്ടിന്റെ രീതിയിൽ കുറഞ്ഞ് ആര്യൻ ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോകുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ വളരെ ഡിസേർവിംഗ് അല്ലാത്ത വ്യക്തികളുണ്ട് കേട്ടോ. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നിർത്തിയാൽ മാത്രമേ ബിഗ് ബോസ് കാണാനും അതിൽ മത്സരിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കാര്യത്തിലോട്ട് വരാം. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണ്. അത് സത്യത്തിൽ ഇത് അൺഫെയർ എവിക്ഷൻ തന്നെയാണ്, നല്ലൊരു മത്സരത്തിനാണ് പോകുന്നത്. ഓക്കെ, കുറേ പേര് പറയുന്നത് അൺഫെയർ എവിക്ഷൻ ആണ്, അതല്ല ഇത് ബിഗ് ബോസ് കാണിച്ച കൊടും ചതിയാണ്, ബിഗ് ബോസ് ഇതിൻ്റെ പുറകിൽ ആലോചിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആര്യൻ ആദിലെ വളരെ മോശമായിട്ട് നോക്കിയെന്ന് ആദിലെ പറയുന്ന രംഗങ്ങൾ, ആദിലല്ല കേട്ടോ, നൂറയെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന കാര്യം നമ്മളെല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാറിൻ്റെ ടാസ്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആര്യനും നൂറയും ലാസ്റ്റ് ആയപ്പോഴേക്കും നൂറ വേഗം ടാസ്ക് അവസാനിച്ച് ഇറങ്ങിപ്പോകുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആദിലേക്ക് പൊസസീവ്നെസ് അടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോയതാണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെയൊക്കെ ഒരു രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദിലേക്ക് ചെറിയ രീതിയിലുള്ള ഇഷ്ടം നമ്മുടെ ആര്യനോട് വരുന്നുണ്ടെന്നും കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനോട് ഇഷ്ടം തോന്നി, ആര്യനോട് ഇഷ്ടം തോന്നി ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഈ ലെസ്ബിയൻസ് കപ്പിളെ അവർക്ക് വേണ്ടി വന്നിട്ടുള്ള ഈ 2 മത്സരാർത്ഥികൾ ഇങ്ങനെ പിരിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ
അത് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് പുറം ലോകത്ത് ഉണ്ടാക്കുമെന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആര്യനെ ബിഗ് ബോസുകാരെ പിടിച്ച് പുറത്താക്കുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് മെയിനായിട്ട് ഇതിൽ മനസ്സിലായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യൻ പോയത് തന്നെയാണ്. ആര്യനെ വോട്ട് ചെയ്യാൻ വിട്ടുപോയതും വോട്ട് സ്പ്ലിറ്റായി അങ്ങനെയാണ് ആര്യൻ ഈ ആഴ്ച എവിക്റ്റ് ആയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് വീഡിയോ ലെങ്ത് കൂടി പോയിട്ടോ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ മറക്കാണ്ട് വീഡിയോയുടെ അടിച്ച് പൊളിക്കുക, അതുപോലെ ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ കമൻറ്റ് വരട്ടെ, ഞാൻ കമൻറ്റ് എനിക്ക് വായിക്കണം എന്നുണ്ട്, എല്ലാവരുടെ അഭിപ്രായം എനിക്ക് അറിയണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വായിച്ചു നോക്കാമല്ലോ കമൻറ്റിൽ എല്ലാവരും എന്താ പറയണേന്ന്.